അമ്മയോടുള്ള അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ +1 പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മ സെപ്പറേറ്റ് ആവുന്നത്. പിന്നെ എന്നെ പഠിപ്പിച്ചതും നോക്കിയതൊക്കെ അമ്മയായതുകൊണ്ട് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അമ്മയ്ക്ക് വിഷമമാവുന്നായിരുന്നു എനിക്ക് കൂടുതൽ വിഷമം. അച്ഛനെ മിസ് ചെയ്യാറുണ്ടോ? ആ ഒരു കുഞ്ഞിലെ സെപ്പറേറ്റഡ് ആയിട്ട്? അല്ല, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് അച്ഛനെ ഒട്ടും മിസ് ചെയ്യാറില്ല. ഈ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? അമ്മ അന്ന് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുമായിരുന്നു, നാട്ടിലൊക്കെ പാടത്ത് പണിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ തീപ്പെട്ടി ആപ്പീസ് ഒക്കെ ഉണ്ടല്ലോ, തീപ്പെട്ടി ഉണ്ടാക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത് കഴിഞ്ഞത്. പിന്നീട് ഞാൻ കറക്റ്റ് 21 വയസ്സായപ്പോൾ തന്നെ ഗൾഫിന് പോയി. പിന്നെ ഞാൻ 29 വയസ്സൊക്കെ ആയപ്പോഴാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു? ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഫിനാൻഷ്യലി? ചെറിയ ചെറിയ പരിപാടിയൊക്കെ പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചിലവൊക്കെ ചുരുക്കി, രണ്ടുപേരേ ഉള്ളല്ലോ, സന്തോഷമായിട്ട് കിട്ടുന്ന പൈസയിലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി നേരത്തെ മാരേജ് ചെയ്തു? അപ്പോൾ ചേച്ചി കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞാൽ ചേച്ചി ഞങ്ങൾക്ക് പോയായിരുന്നു. ചേച്ചി ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ചേച്ചി ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2020 യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ വീടിൻ്റെ പണികളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ വീടിൻ്റെ ഞാൻ തുടങ്ങുന്ന സമയത്ത് വീട് പണിയൊന്നും ആയില്ല, വാർത്തിട്ടിട്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? ഏതിലേക്കാ? വീട് പണിയിലേക്കൊക്കെ? ഇടയ്ക്കൊക്കെ പൈസ ശരിയാക്കും. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, പണി ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്, പൈസ ശേഖരിച്ച് വെച്ചിട്ട്. അമ്മയ്ക്ക് ചേട്ടന് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? അമ്മ ആഗ്രഹിക്കുന്നിടത്തെല്ലാം കൊണ്ടുപോവുക, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. നീ കല്യാണം കൂടെ ഉള്ളൂ ബാക്കി. അത് പിന്നെ അതിനോട്ട് എനിക്കിപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ട് ഭാവിയിൽ എനിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ അമ്മയ്ക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക്. അമ്മ സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മെയിൻ സന്തോഷം. അമ്മയോടൊപ്പം വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അമ്മയ്ക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ചേച്ചി വിളിച്ചായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഈ ആസ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പം ചേച്ചി കാനഡയിലാണുണ്ട്, അവിടെ ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ പോകുന്നതിനോട് ഈ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് കാലിന് വയ്യ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതിൻ്റെ ചികിത്സയൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മയിലൊരു അഭിനേത്രി ഉണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ചേട്ടന് നേരത്തെ ഇല്ലില്ല. അമ്മ നമുക്ക് അഭിനയിക്കാൻ ആളുകൾ കുറവായിരുന്നല്ലോ കോവിഡ് സമയത്ത്. നമുക്ക് പുറത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നല്ലോ. ആരും ഇല്ലാത്തപ്പം അമ്മ വിളിച്ചാണ്. അമ്മയ്ക്ക് ആദ്യം ഭയങ്കര നാണക്കേടായിരുന്നു, നാട്ടുകാരെന്ത് പറയുമെന്നുള്ളത്. അമ്മ പറയുന്ന ആൾക്കാരെ കളിയാക്കുമെന്ന് വെച്ചിട്ട് അമ്മ ആദ്യം അഭിനയിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ അമ്മ ഒന്ന് ചോദിക്കും ഞാനുണ്ടോ എന്ന്. അത്രയ്ക്ക് ആഗ്രഹമാണ്. ഫുള്ള് തഗ്ഗൊക്കെയുള്ള ചേട്ടനാണോ പറഞ്ഞു കൊടുക്കാറുള്ളത്? നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി പറഞ്ഞു കൊടുക്കാറാണ്. പിന്നെ അമ്മ ഒരുപാട് തെറ്റിക്കും, ഒരുപാട് സമയം എടുക്കും ഷൂട്ട്. അമ്മ അഭിനയിച്ച് ക്യാമറ വരെ ഓഫായി പോയിട്ടുണ്ട് ചാർജ് തീർന്നിട്ട്. നല്ല നല്ല തഗ്ഗൊക്കെ, അതായത് ഗഗനചാരി, എന്താ മുതിർന്ന ഇതൊന്നിനും മുതിരാത്ത. അങ്ങനെ ചേട്ടന് ഇതെങ്ങനെയാ തലയിൽ ഒതുക്കിയതൊക്കെ? അത് ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും തോന്നുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ ഒരു വാട്സാപ്പ്, ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട്, എൻ്റെ 2 നമ്പറുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വോയിസ് ഇട്ട് വെക്കും, മറന്നു പോയിരിക്കും, അല്ലെങ്കിൽ മറന്നു പോകും. പിന്നെ അത് ആപ്റ്റായിട്ടുള്ള അത് ഞാനിങ്ങനെ എഴുതി വെക്കും ഒരു ബുക്കിലോട്ട്. അപ്പോൾ അത് ആപ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ ആഡ് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.